എന്തുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ കയ്യിൽ മൈക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നിങ്ങളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളെ സ്നേഹിച്ച് വീഡിയോസ് കാണണം പോലെ തുടർന്ന് മുന്നോട്ട് കാണുമെന്ന് വിചാരിക്കണം. നമ്മളിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നമുക്കൊരു പ്രശ്നമില്ല കേട്ടോ. പക്ഷെ ഇതിങ്ങനെ വെച്ചിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ ഇന്ന് ഇത്തിരി ബിസിഡായാണ്. ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ. ശനിയും ഞാനും നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഒരു ദിവസം എന്ന് പറയുന്നത് അതൊരു സംഭവം കിട്ടുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പം എക്സാം ടൈമും കൂടി ആയതുകൊണ്ട് തന്നെ ഇനി ആ സംഭവം നോക്കന്നെ വേണ്ട കേട്ടോ. നമുക്കിന്ന് ഡാൻസ് ക്ലാസ് ഉണ്ട്. തക്കൂടെ ഒന്ന് പോവുകയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ അവൻ മോരുകൂട്ടാൻ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്നില്ലേ? നമ്മുടെ കുറുക്ക് കാളൻ നല്ല കട്ടിയായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കാളൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കണം, അവില് വെള്ളരിക്കണം, പിന്നെ ചേട്ടന് കുറച്ച് സാധനങ്ങൾ കൊടുത്തേക്കാൻ മാറ്റുന്നു. അപ്പോൾ അതൊക്കെ പോയിട്ട് കടയിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഒക്കെ അപ്പോൾ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ട് മുന്നായിട്ട് നമുക്ക് നമ്മുടെ വയറിന് എന്തെങ്കിലും കൊടുക്കണ്ടേ അല്ലേ? ഒരു ഉഷാറൊക്കെ ആവണ്ടേ ആൾ. അപ്പോൾ ഞാൻ കാലത്ത് തന്നെ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ. സ്പെഷ്യലായിട്ട് പിള്ളേർ മാഗി ഉണ്ടാക്കി കഴിച്ചു. എനിക്കങ്ങനെ മാഗീനോട് വലിയ താല്പര്യമൊന്നുമില്ല. പണ്ടൊക്കെ നമ്മൾ കുറേ കഴിക്കുമായിരുന്നു അല്ലേ? പക്ഷേ ഇപ്പം അങ്ങനെ പ്രായമായി വരുമ്പോൾ ഓരോന്നിനോട് പണ്ട് ഇഷ്ടമുണ്ടായിരുന്ന പല സാധനങ്ങളും ഇപ്പം ഇഷ്ടമില്ലാത്തൊരു ഒരിതുണ്ട് കേട്ടോ. അപ്പോൾ പലർക്കും ഉണ്ടായിരിക്കും അങ്ങനെ. ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ പൂരത്തിന് വാങ്ങിയിട്ടുണ്ടായിരുന്ന നമ്മുടെ പൊരി ഉണ്ടല്ലോ, അപ്പോൾ ഇന്ന് പൊരി ആക്കാമെന്ന് വിചാരിച്ചു. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ചായയിൽ ഇങ്ങനെ പൊരി ഇട്ടിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. ഇതുകൂടാതെ നമ്മൾ നാളികേരം ചിരകിയിട്ടിട്ട് കഴിക്കും. അതും ഇതിനെക്കാട്ടും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ ആ നാളികേരം ചിരകാനുള്ളൊരു മടിയുണ്ടല്ലോ, അതൊക്കെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാലുമുട്ട് വേദന ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം അമ്മൂട്ടീനെ തന്നെ നമ്മൾ ആശ്രയിക്കണം. അപ്പോൾ ആ കുട്ടീനെ അങ്ങനെ വല്ലാണ്ട് ബുദ്ധിമുട്ടിപ്പിക്കേണ്ട വെച്ചിട്ട് ഇന്നും ഞാൻ ചായയിലിട്ടിട്ട് തന്നെയാണ് കഴിച്ചിട്ടുള്ളത്. നമ്മുടെ പൊരി അവസാനിച്ചു കേട്ടോ, കഴിഞ്ഞു. ഇനി പൊരി കഴിക്കണമെങ്കിൽ വീണ്ടും വാങ്ങിക്കണം. അപ്പോൾ ഞാൻ കാലത്ത് തന്നെ ആദ്യം തന്നെ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പാണ് കേട്ടോ. അപ്പം നമ്മൾ അരി എടുത്ത ഗ്ലാസ്സില്ലേ, ആ സെയിം ഗ്ലാസ്സിൽ തന്നെ 1 കപ്പ് അവിലും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെയിമാണ് എല്ലാതും. 2 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് അവിൽ. പിന്നെ ഞാനൊരു 5 പാളയംകോടൻ പഴം എടുക്കുന്നുണ്ട്. നിങ്ങളെടുക്കുമ്പോൾ 5 പാളയംകോടൻ പഴം എടുക്കേണ്ട. ഞാനൊരു ആവശ്യത്തിന് അത് കൂട്ടിയെടുത്തതാണ്. പക്ഷെ അത്ര എടുക്കണ്ട കേട്ടോ. ഒരു 2-3 എടുത്താൽ മതിയായിരിക്കും. വേറെ ഒന്നും ഉണ്ടായിട്ടല്ല, എണ്ണ കുടിക്കുന്നുണ്ട് അത്യാവശ്യത്തിന്. ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയപ്പോൾ എണ്ണ അങ്ങനെ വല്ലാണ്ട് കുടിക്കുന്ന ഒരു ഫീൽ എനിക്ക് തോന്നി. പക്ഷെ നമ്മൾ കഴിക്കുമ്പോഴൊന്നും അങ്ങനെ എനിക്ക് തോന്നിയില്ല. പക്ഷെ ഉണ്ടാക്കണ നേരത്തെ എനിക്കത് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ഈ പഴവും പിന്നെ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടാകുന്ന നമ്മുടെ അവിലില്ലേ, നമുക്ക് വെള്ളവിൽ തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. ചുവന്ന അവിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എൻ്റെ കയ്യിൽ വെള്ളവിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഞാൻ വെള്ളവിൽ എടുത്തത്. നിങ്ങളുടെ കയ്യിൽ ചുവന്ന അവിലാണെങ്കിൽ നിങ്ങൾക്ക് അതായാലും എടുക്കാം. അപ്പോൾ അതും ഈ പഴവും കൂടിയിട്ട് മിക്സിയുടെ കുഞ്ഞ് ജാറെടുത്തിട്ട് അതിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം നമുക്ക് ഒഴിക്കാം, അല്ലാണ്ട് അത് അരയില്ല. കാരണം അവിൽ കുതിർത്തെങ്കിൽ കൂടിയിട്ട് നമുക്കറിയാലോ, അവിൽ കുതിർക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വെള്ളം അത് അവിൽ കുടിച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമുക്ക് ഇത് അറിയാനുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പശ പോലെ ഇരിക്കണം കേട്ടോ. നല്ല സ്മൂത്തായിട്ട്. അപ്പോൾ അത് എന്താ പറയുക, അത് നന്നായി അരച്ച് എടുത്തതിന് ശേഷം നമ്മളത് ആ മാവിലേക്ക് ഒഴിച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്പി പിടിപ്പിക്കുക. ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. നമ്മളിത് ബ്ലെൻഡ് ചെയ്യുന്നതിനെക്കാട്ടും മുന്നായിട്ട് വേണമെന്ന് വെച്ചാൽ ഉപ്പിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ലാസ്റ്റ് ആയാലും കുഴപ്പമില്ല. നമ്മൾ ഇന്നലെ ശർക്കര പാനി ഒഴിക്കുന്നതിനെക്കാട്ടും മുന്നായിട്ട് ഉപ്പിട്ട് കൊടുക്കണം. ഞാൻ ഈ വീഡിയോയിൽ ഉപ്പിടുന്നത് കാണിക്കാൻ മറന്നിട്ടുണ്ട് നിങ്ങൾ. അപ്പോൾ അത് മറക്കാൻ നിൽക്കരുത് കേട്ടോ. ഉപ്പിട്ടില്ലെങ്കിൽ നമുക്ക് ആ ടേസ്റ്റ് കിട്ടില്ല കറക്റ്റായിട്ട്. അപ്പോൾ ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം. കാരണം ശർക്കര ആഡ് ചെയ്യുമ്പോഴുണ്ടല്ലോ, നമ്മൾ പഞ്ചസാരയും കൂടെ ഇടുമ്പോഴാണ് ആ ശർക്കരയുടെ ആ ഒരു, നമ്മൾ ഉപ്പിടുമ്പോൾ പറയാറില്ലേ ബാലൻസ് ആവുമെന്ന് പറയാറില്ലേ, അത് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ശർക്കര ഉപയോഗിക്കുമ്പോൾ ആ ബാലൻസ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ എപ്പോഴും യൂസ് ചെയ്ത് കൊടുക്കണം കേട്ടോ.
ഇപ്പോൾ കണ്ടോ ആ പഴം നമ്മൾ തിരുമ്പി വെച്ചപ്പോൾ ഇങ്ങനെയാണ് ആയിട്ടുള്ളത്. ഇത് നമുക്ക് ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിനി ശർക്കര പാനി ഒഴിക്കുമ്പോൾ അത് എന്താ പറയുക, ഈ ഒരു പരുവത്തിലായിരിക്കും ശർക്കര പാനി. ഞാൻ ശർക്കര പാനി ഒഴിക്കുന്ന വീഡിയോ ഞാനിതിൽ എനിക്കൊരു കോൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അത് റെക്കോർഡ് ആവുന്നുണ്ടെന്ന് വെച്ചിട്ട് ഇരുന്നതാണ്. അപ്പോൾ ഞാൻ ശർക്കര പാനി ഒഴിച്ചു കൊടുത്തതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഞാൻ പിന്നെയും കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം ഇത്തിരി കട്ടിയുണ്ടായിരുന്നു മാവ്. അപ്പോൾ അതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ആ ബാലൻസ് ഇപ്പോൾ കാണിച്ചതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെയാണ്. ഇപ്പം നല്ല ചൂടിലാണ് സംഭവം ഇരിക്കുന്നത്. ഇപ്പം നമുക്ക് മിക്സിയിലിട്ടിട്ട് കറക്കി എടുക്കാൻ പറ്റില്ല. ഇത് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് കലക്കി നല്ല സെറ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഈ നേരം കൊണ്ട് നമുക്ക് ഇതിൽ വിടേണ്ട വറവുണ്ടല്ലോ, നമ്മുടെ ഈ എന്താ പറയുക ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഇടാനുള്ള വറവ് ശരിയാക്കാം. ഞാൻ നാളികേര കൊത്താണ് സാധാരണ എടുക്കുക. ആ കൊത്താനുള്ള മടിക്ക് ഞാനത് ചെരുകി ചേർക്കുകയാണ് ചെയ്യുന്നത്. വല്ലാണ്ട് അധികം ആവണ്ട, കുറച്ച് എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു പിടിയും പിന്നെ അതിൽ നിന്ന് കുറച്ചും കൂടി എടുത്തിട്ടുള്ളൂ. നമ്മുടെ നെയ്യ് ചേർത്തിട്ട് കൊടുക്കുക. നെയ്യ് നമ്മുടെ ഒരു ബോട്ടിൽ അത് കാലിയായിരുന്നു, അപ്പോൾ അത് കഷ്ടപ്പെട്ട് കലക്കി ഒഴിച്ചതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് പോരാ, നെയ്യ് കുറച്ചും കൂടെ വേണം. അപ്പോൾ ഞാൻ വേറൊരു കുപ്പിയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കാലത്ത് പോയിട്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ജസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. തിന്നാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന വരെ നമ്മളത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. എന്നാലാണ് അതിൻ്റെ ഒരു കരിപ്പോട് കൂടി നമുക്കത് നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഞാൻ അവിൽ വിളയിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് നന്നായിട്ട് തന്നെ നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 100 ഗ്രാം അണ്ടിപ്പരിപ്പാണ് കേട്ടോ. 100 ഗ്രാമിൽ കുറച്ചൊക്കെ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. പിള്ളേർ കാണാണ്ട് ഞാൻ സൂക്ഷിച്ചെടുത്ത് വെച്ചതാണ്. പക്ഷേ ഇത് പൊട്ടിച്ചപ്പോൾ എനിക്ക് കൊതി അടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ചെടുത്തിട്ട് അകത്താക്കിയിട്ടുണ്ട്. സാധാരണ എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കില്ലേ. മൂക്ക് നന്നായിട്ട് അടഞ്ഞിട്ടുണ്ട്. ഞാൻ മൂക്കുകൊണ്ടാണ് സംസാരിക്കുന്നത്. എത്ര ദിവസമായില്ലേ ഇതിങ്ങനെ മാറാത്തത്. വേറെ ഒന്നുമല്ല കേട്ടോ, നന്നായിട്ട് തണ്ണിമത്തൻ ജ്യൂസ് അടിച്ചിട്ട് ഡെയിലി കുടിക്കുന്നുണ്ട്. അത് നന്നായി താണിപ്പിച്ച് ഫ്രീസറിലൊക്കെ വെച്ചിട്ടാണ് കുടിക്കുന്നത്. ശ്വാസമുട്ടും കഫക്കെട്ടും കാര്യങ്ങളൊന്നും നോക്കണില്ല. എനിക്ക് ചൂട് സഹിക്കാൻ മേലാട്ടോ. അതുകൊണ്ട് മാത്രമാണ്, വേറെ ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പം ജീവിക്കുന്നതെന്ന് തന്നെ പറയാം. എങ്ങനെയും ഉണ്ടോന്ന് ഓടി രക്ഷപ്പെട്ട് ഏതെങ്കിലും തണുപ്പുള്ള സ്ഥലത്ത് പോയിരുന്നാൽ മതി എന്നുള്ളൊരവസ്ഥയിൽ ഇപ്പം ഇരിക്കണേ. അപ്പോൾ അമ്മൂട്ടീനെ കൊണ്ട് ഇന്നലെ ഞാൻ 4 രാത്രി ശരിക്കിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പണി പെട്ടെന്ന് കഴിഞ്ഞു എൻ്റെ. അല്ലെങ്കിൽ ഈ നാളികേരം ചെരുകാനിരുന്നാലേ കുറേ നേരം ആ ഒരു വകയിൽ പോയി കിട്ടും. അപ്പം നമ്മൾ ഇതിലേക്ക് നന്നായിട്ട് നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നാളികേരമാണ് കേട്ടോ ഞാൻ ഇന്നലെ ചെരുകിയെടുത്തത്. അതിൽ കുറച്ച് ഒരു പിടി നമ്മുടെ ഉണ്ണിയപ്പത്തിന് എടുത്തു. ബാക്കിയുള്ള എല്ലാ നാളികേരവും നമ്മൾ ഈ അവിൽ വിളയിക്കുന്നതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശർക്കര 2 കളർ കണ്ടിട്ട് നോക്കണ്ട. കുറച്ച് ശർക്കര ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇരുന്നോണ്ടതാണ്. പിന്നെ ഒരെണ്ണം നമ്മൾ ഇപ്പം ഇന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ 2 കളറായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവ് കുറേ എനിക്കറിയില്ല കേട്ടോ. എനിക്കെല്ലാതും എൻ്റെ ഒരു ഊഹക്കണക്കാണ്. അത് ഇത്രയും കറക്റ്റ് പാകമാണ്, അങ്ങനെയുള്ളൊരു ഊഹക്കണക്കിലാണ് ഞാൻ എല്ലാ പണികളും ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുക്കി നന്നായിട്ട് മെൽറ്റായിട്ട് വരണം. അപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് നെയ്യ് ചേർത്തിട്ട് കൊടുക്കുക, അവിൽ ചേർത്തിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിങ്ങനെ ഇളക്കി നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ശർക്കരയ്ക്ക് ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ അവിലിട്ട് കഴിഞ്ഞാലും
തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് ചുവന്നവിലാണ്, നല്ല വറുത്ത ചുവന്നവിലില്ലേ, അതാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 പാക്കറ്റിന് ഞാൻ എടുത്തിട്ടുള്ള അളവൊക്കെ കറക്റ്റ് തന്നെയാണ് കേട്ടോ. മധുരമൊക്കെ ഭാഗം തന്നെയായിരുന്നു, എല്ലാം ഭാഗമാണ്. അപ്പോൾ ഒരു പാക്കറ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ 2ാമത്തെ പാക്കറ്റും കൂടി ഇട്ടിട്ടുള്ളത് കേട്ടോ. പായു അമ്മു അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മൂട്ടിക്ക് ഈ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ വെറുതെ ഇരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഇപ്രാവശ്യം കൊടുത്തില്ല കേട്ടോ. അല്ലെങ്കിൽ സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ അവൾ വന്ന് വാരി ഒരു പാത്രത്തിലൊക്കെ ഇട്ടിട്ട്, പണ്ട് ഞാനും അങ്ങനെ ചെയ്തോളന്നു. അമ്മ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ബാറ്റർ, അതുപോലെ നമ്മൾ കിണ്ണത്തപ്പം ഉണ്ടാക്കില്ലേ, അതിൻ്റെ ബാറ്ററൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളെടുത്ത് കഴിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ നമ്മുടെ സോഡാപ്പൊടി ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. തലേ ദിവസം കലക്കി വയ്ക്കാൻ ആക്ച്വലി മറന്നുപോയി. തലേദിവസം നമ്മൾ കലക്കി വയ്ക്കേണ്ടത് 8 മണിക്കൂറെങ്കിലും കറക്റ്റ് ഒരു സമയം കിട്ടിയെങ്കിലാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് പൊന്തി വീർത്തൊക്കെ വരുള്ളൂ. പക്ഷേ എനിക്കിപ്പോൾ എന്താ പറയുക, ഞാൻ ഇന്നും കാലത്ത് പോയിട്ടാണ് ഈ പഴം വാങ്ങിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇന്നലെ രാത്രി 10:30 ആയപ്പോഴാണ് അവൻ പറഞ്ഞത് എൻ്റെ അടുത്ത് ഉണ്ണിയപ്പൊക്കെ വേണം എന്നുള്ള കാര്യം. അപ്പോൾ പിന്നെ നമുക്ക് ആ നേരത്തൊന്നും പോയിട്ട് കടയിൽ നിന്ന് പോയിട്ട് വാങ്ങിക്കാനൊന്നും ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ഇന്ന് കാലത്തേക്ക് സെറ്റാക്കി സോഡാപ്പൊടി ചേർത്തിട്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണം സോഡാപ്പൊടി ചേർത്തിട്ട്. അപ്പോൾ ശരിയാവോ ഇല്ല എന്നുള്ളൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഉണ്ണിയപ്പം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവിൽ വിളയിക്കുമ്പോഴേ ഈ ഒരു പരുവുണ്ടല്ലോ, ഈ ഒരു പരുവത്തിൽ കഴിക്കുമ്പോൾ നമുക്ക് അമ്പലത്തിൽ നിന്നൊക്കെ അവിൽ വിളയിച്ചിട്ട് ഇങ്ങനെ കിട്ടാറില്ലേ, ആ ഒരു ടേസ്റ്റ് കേട്ടോ ഫീൽ ചെയ്യാം. കാരണം ആ ഒരു ശർക്കരയുടെ നനവ്, നെയ്യുടെ ആ ഒരു എന്താ പറയുക, ഒരു ഇഴുകി ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ്റെ കറക്റ്റ് രൂപമാണ് ആ ഒരു പരുവെന്ന് പറയുന്നത്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ നമുക്കതിനും നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ബാറ്ററൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മിക്സിയിലിട്ട് അടിച്ച് നന്നായി കലക്കിയെടുത്തിട്ട് വരാം കേട്ടോ. ഞാനപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നേരത്തെ കണ്ടില്ലേ, അത് കുറച്ച് പഞ്ചസാരയും കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ പഞ്ചസാര ഇടാൻ എപ്പോഴും മറക്കരുത്. കറക്റ്റ് ആ പഞ്ചസാര ഇടുമ്പോഴാണ് ടേസ്റ്റ് കറക്റ്റ് ആവുള്ളൂ. അതൊന്നും ഓർമ്മയിൽ എപ്പോഴും വെക്കേണ്ട ഒരു കാര്യമാണ്. ഇത് സോഡാപ്പൊടിയാണ് കേട്ടോ. എനിക്ക് സോഡാപ്പൊടി ചേർത്ത് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് ഞാനും അതും ഒരു ഏകദേശ കണക്കിന് ഇത് മതിയാവും എന്നുള്ള രീതിയിൽ ഞാൻ ചേർത്തിട്ട് കൊടുക്കുകയാണ്. എനിക്കിത് തീരെ പരിചയമില്ലാത്തൊരു സംഭവമാണ് സോഡാപ്പൊടി ഉപയോഗിക്കുന്നത്. അതിൻ്റെ അളവ് എത്രയാണ്, എത്ര ക്വാണ്ടിറ്റി വേണമെന്നുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ. നോക്കറിയില്ലേ, നമ്മള് പോയി കുളിച്ച വേഗം എന്നാ സുഖമുള്ളത്. 10:33 10:33 എന്നാ പോയി പഠിക്കും. പോയി പഠിക്കും. അതെ, ആദ്യം അതാക്കട്ടിൽ സോഡാപ്പൊടി ഇട്ടുള്ളതാണ് ഉള്ളത്. കഴിക്കാൻ പറ്റില്ല. എൻ്റെ വയറിപ്പോൾ വേദനയല്ലോ. ഇനി ഡോക്ടറെ അടുത്ത് കൊണ്ട് ഓടേണ്ടി വരും. അപ്പോൾ ഞാൻ നമ്മുടെ എന്താ പറയുക, നാളികേരം വറുത്ത് വെച്ചതും എള്ളും അതുപോലെ തന്നെ നമ്മുടെ ഏലക്കായും കൂടെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അവിൽ വിളയിച്ചത് ഏകദേശം ഒന്ന് സെറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് മുറുകിയിട്ടുണ്ടെങ്കിൽ ആൾ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ചൂടാറിയാൽ നമുക്ക് പാക്ക് ചെയ്ത് സെറ്റാക്കാം കേട്ടോ. ഇപ്രാവശ്യം എൻ്റെ കയ്യിൽ പോളിത്തീൻ കവറൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം കുപ്പിയിലാക്കിയിട്ടാണ് കൊടുത്തയച്ചിട്ടുള്ളത്. അമ്മൂട്ടിക്കും പായിന് എന്തിനാണ് ചീത്ത വെക്കണേന്ന് വെച്ചാൽ എക്സാം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പായു എന്നും ഇപ്പോൾ ഒരു എന്താ പറയുക ഫുൾ ഉടായ്പും കൊണ്ടിട്ട് പായു പെയിൻറ്റ് വരാം കേട്ടോ. കാലത്ത് ബെഡ്
ബെഡിൽ നിന്ന് എനിക്കിപ്പോൾ പറയും അമ്മ എനിക്ക് വയ്യ അമ്മ. എനിക്കത് കേൾക്കുമ്പോൾ ഇളകും. രാത്രി കിടക്കണ നേരം വരെ ഇവൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് വയ്യ എനിക്ക് വയ്യ എനിക്ക് വയ്യ. പരീക്ഷയാണ്, പഠിക്കണം എന്നുള്ളൊരു ചിന്തയില്ല. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടുപേർക്കും ചീത്ത കേട്ടുകൊണ്ടിരിക്കുന്നത്. 11:30ക്കാണ് ഡാൻസ് ക്ലാസ് ഉള്ളത്. അപ്പോൾ ഒരു 11 മണി വരെ നമുക്ക് പഠിക്കാമല്ലോ. പിന്നെ ബാക്കിയുള്ള സമയം ഒന്ന് റെഡി ആവാനും പിടിക്കാനുള്ളതൊക്കെ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ആ ചീത്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. എൻ്റെ ഉണ്ണിയപ്പം ചട്ടി എന്ന് പറയുന്നത് ചെറിയ ഉണ്ണിയപ്പങ്ങൾ ഉണ്ടാക്കുന്ന ചട്ടിയാണ്. ഞാൻ വലിയ കയ്യിലുകൊണ്ട് കോരി ഒഴിച്ചപ്പോൾ ആൾ വലുതായിട്ട് ചക്ക മന്നക്കനായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വേണ്ട. എനിക്ക് ആ നേരത്തെ ആ ഒരു ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ വലിയ കയ്യിലുകൊണ്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ എനിക്ക് ബുദ്ധി ഉദിച്ചപ്പോൾ ഞാൻ നമ്മുടെ സ്പൂണുണ്ടല്ലോ, ടീസ്പൂൺ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് കോരി ഒഴിക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇപ്പോൾ ഇങ്ങനെ കിടക്കണാകുമ്പോൾ ഒരു പൂ വിരിഞ്ഞിരിക്കുന്ന പോലെ ഉണ്ടല്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഇതിനിടയ്ക്ക് ആരോ എന്നെ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്യാമറ ഓഫായിട്ടുണ്ടായിരുന്നു. പകുതി ഭാഗമൊന്നും കിട്ടിയില്ല. ആദ്യത്തെ നമ്മൾ ഉണ്ണിയപ്പെടുക്കുന്നതും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. എന്തോ ഭാഗ്യത്തിന് അവസാനത്തെ ഒരു ട്രിപ്പ്, അതായത് അവന് മുഴുവനായിട്ട് ഞാൻ ഉണ്ടാക്കിയില്ല. കാരണം സമയം ഏകദേശമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് ഡാൻസ് ക്ലാസ്സിന് ഞാൻ പോയില്ല കേട്ടോ. പിള്ളേരെ കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ബാക്കി ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ നിൽക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് 1 മണിയായപ്പോൾ ഞാൻ അവരെ വീണ്ടും പോയി എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു 2 ട്രിപ്പും കൂടെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ തക്കുടിൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ ചെയ്തേ. കണ്ടോ നമ്മുടെ എണ്ണയൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടോ നേരത്തെ എണ്ണ കുടിക്കേണ്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്ന്. പക്ഷേ ഞാൻ 2ാമത് ട്രിപ്പ് എണ്ണയൊക്കെ ഒഴിച്ചപ്പോൾ അത് ബാക്കിയുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒഴിക്കേണ്ടിയൊന്നും വന്നില്ല. പക്ഷെ എന്നാലും എൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നാം, ഇത് എണ്ണ കൂടുതൽ കുടിക്കുന്നുണ്ട് എന്ന്. അപ്പം ഞാൻ തീ നന്നായിട്ട് സിമ്മിലാണ് കേട്ടോ എടുക്കുന്നത്. ഫുൾ സിമ്മിലാക്കി ഇട്ടിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ബാക്കിയുള്ള എല്ലാ എൻ്റെ പരിപാടികളും കാര്യങ്ങളും പാക്കിങ്ങും എല്ലാം ചെയ്യായിരുന്നു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം അതൊക്കെ വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടെന്ന് വെച്ചാൽ എൻ്റെ പണി നടക്കില്ല കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ 2ാമത്തെ ട്രിപ്പും കൂടെ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എണ്ണ ഒഴിക്കേണ്ടി വന്നില്ല. ഫസ്റ്റ് ട്രിപ്പിലൊക്കെയാണ് എനിക്ക് നന്നായിട്ട് കുടിക്കണം തോന്നിയത്. പിന്നെ ആളൊന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് തക്കുടൂനെയൊക്കെ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാനൊരു 2-3 ട്രിപ്പും കൂടെ എക്സ്ട്രാ ഉണ്ടാക്കിയത് കേട്ടോ. പക്ഷേ ആ ഒരു ടൈം ഉണ്ടല്ലോ, അതിന് റെസ്റ്റ് എടുക്കാൻ കിട്ടിയ ആ ഒരു സമയത്തിൽ ആൾ അടിപൊളിയായിട്ട് നമ്മൾ കൊടുത്തയക്കാൻ ഉണ്ടാക്കിയതിനെക്കാട്ടും അടിപൊളിയായിട്ട് ഉണ്ണിയപ്പം ശരിയായിട്ട് വന്നു കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഉണ്ണിയപ്പം ഉണ്ടാക്കണമെങ്കിൽ സ്പെഷ്യലിസ്റ്റ് എൻ്റെ മേമയാണ് കേട്ടോ. മേമ അടിപൊളിയായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ മാമിനോട് ഞാൻ ആവശ്യപ്പെട്ടിട്ട് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ട് ഉണ്ടാക്കിപ്പിച്ചത് ഉണ്ണിയപ്പമായിരുന്നു കേട്ടോ. പക്ഷേ അന്ന് മാമ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം ആകെ കരിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു എന്താ പറ്റിയ മാമയുടെ ഉണ്ണിയപ്പം ആരെങ്കിലും കണ്ണിട്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മാമേൻ്റെ അടുത്ത്. പക്ഷേ ആക്ച്വലി
ഞാൻ അമ്മൂട്ടീനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തെ മാമയ്ക്ക് അസുഖവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ആ ഒരു കരിച്ചിലും കാര്യങ്ങളൊക്കെ. ആൾ നന്നായിട്ട് പോർക്ക് വയ്ക്കുമായിരുന്നു. പോർക്ക് അടിപൊളി. ഏട്ടൻ വരുമ്പോഴൊക്കെ, ഏട്ടൻ ലീവിന് വരുമ്പോഴൊക്കെ മാം ഇങ്ങനെ വിരുന്നിന് വിളിക്കും. അപ്പോഴൊക്കെ പോർക്കൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ. പക്ഷേ ഓരോ വട്ടം വയ്യാണ്ടായി വരുമ്പോഴും ഈ പറയണ എന്താ പറയുക, നമ്മൾ സ്പെഷ്യലാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓരോ സാധനങ്ങളും വേറെ രീതിയിൽ, അതായത് എന്താ പറയുക, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഉണ്ണിയപ്പം കരിഞ്ഞു പോയിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതേപോലെയൊക്കെ ആയി മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളാരും മനസ്സിലാക്കിയില്ലായിരുന്നു നമുക്ക് ഇന്ന അസുഖം ഉണ്ടായിരുന്നു, ഇന്ന വയ്യായ കൊണ്ടാണ് എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ വളരെ ലേറ്റായിട്ടാണ് കേട്ടോ പറ്റിയത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, പാക്ക് ചെയ്യുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മളിത് അവിൽ വെളിയിച്ചത് സച്ചുട്ടനും ചേട്ടനും തക്കുടനുള്ളതൊക്കെ വേറെ സെപ്പറേറ്റ് ആയിട്ട്, ചേട്ടനും തക്കുടനും ഒരു കുപ്പിയിലാക്കിയിട്ടുണ്ട്, സച്ചുട്ടനും വേറെ ആക്കിയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉണ്ണിയപ്പം, പിന്നെ നമ്മൾ മോരുകൂട്ടാൻ ഉണ്ടാക്കിയില്ലേ, എന്താ പറയുക, കട്ടിക്കാളൻ, അതൊക്കെ നമ്മൾ ഓരോരോ പാക്കറ്റിലായിട്ട്, അതായത് ഓരോരുത്തർക്കും വേറെ സെപ്പറേറ്റ് ആയിട്ട്. പിന്നെ ചേട്ടൻ നേന്ത്രപ്പഴം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പച്ചമാങ്ങ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേപ്പില വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ പാക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പോയി വേറെ 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 കൊറേ ഊത് മോളിലേക്ക് അങ്ങനെ. അയ്യോ വന്നില്ല. എല്ലാം പോയി. അത് പോയി. വേറെ നോക്കാം. അത് അച്ഛൻ്റെ ഗുരുവായൂരപ്പ കൃഷ്ണ. 3, 1, 2. അതൊന്നും കൂടി ഊതാക്കുക. ഹഡ്ഡി കറിയില്ല ആണോ, സമയമുണ്ടല്ലോ അല്ലേ. ചുമ വരുമ്പോഴേക്കും വീട് പണിയൊക്കെ കഴിഞ്ഞ് പാർക്കലിൻ്റെ പണിയൊക്കെ സെറ്റായി. ലൈറ്റൊക്കെ ഇട്ടിട്ട് അച്ഛനോട് വരാൻ പറഞ്ഞാൽ മതി. ഇവിടേക്ക് ഫോട്ടോ എടുക്കാനാ അക്കുന്റെ ബാത്റൂം കാണണ്ടേ, ബാത്റൂം. ടാറ്റ. ഒരു സാധനം കൂടെ പറയാൻ മറന്നു കേട്ടോ, ചേട്ടൻ്റെ മഞ്ചും കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 10 മഞ്ച് കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ കിട്ടില്ല അത്രയും മഞ്ച്. അപ്പോൾ അത് അവർക്കൊരു ഇഷ്ടമായിട്ടല്ലേ. അപ്പോൾ സാക്കുട്ടൻ്റെ സൈക്കിളിലെ സ്കൂട്ടറിലാണ് നമ്മൾ തിരിച്ച് വന്നത്. അപ്പോൾ അത് അമ്മൂട്ടിക്കൊന്ന് ഓടിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് ഓടിപ്പിച്ചതായിരുന്നു കേട്ടോ കണ്ടത്. അപ്പോൾ വൈകുന്നേരത്തെ ഫുഡൊക്കെ ഇനി റെഡി ആക്കണം. ഞാൻ പറഞ്ഞില്ലേ, കാലത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഉച്ചക്കലത്തെ ചോറ് ജേസ്നയുടെ അടുത്ത് നിന്നാണ് കഴിച്ചത്. നല്ല അസൽ മീൻ കൂട്ടാനും കൂട്ടിയിട്ട് ഞങ്ങൾ രണ്ടാളും, ഞാനും പയ്യും ചോറുണ്ടു. അമ്മൂട്ടി പിന്നെ ഒന്നും കഴിച്ചില്ല, വേണ്ടാന്ന് പറഞ്ഞിട്ടിരുന്നു കേട്ടോ.
ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മൂപ്പരാൾക്ക് വിശപ്പില്ലാണ്ടിരുന്നത് കേട്ടോ. പിന്നെ മീൻ കൂട്ടാനോട് ഇഷ്ടമില്ലല്ലോ. അപ്പം നമ്മൾ വൈകുന്നേരത്തേക്ക് നമ്മൾ ഇന്നാളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ താമരക്കൊണ്ടാട്ടം, അത് വൈകുന്നേരത്തേക്ക് വറക്കുന്നതാണ് കേട്ടോ കാണുന്നത്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്കിഷ്ടമായി, പിള്ളേർക്ക് രണ്ടുപേർക്കും ഇഷ്ടമായില്ല കേട്ടോ. വെണ്ടക്കായ പോലെ ഇത് വെണ്ടക്കായ മറ്റേ കടയ്ക്ക് തിരിച്ചു റെഡിയായി നല്ല ചൂടുള്ള നല്ല ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമായിട്ടുണ്ട്, ഒരു കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി, കണ്ടില്ലേ അമ്പോ വിരിഞ്ഞ് വന്നിരിക്കണല്ലേ. അപ്പോൾ അടിപൊളി ഉണ്ണിയപ്പമാണ് കേട്ടോ. ഈ ഒരു കൂട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. ഓക്കെ, വൈകുന്നേരത്തെ ഫുഡ് നല്ല റിച്ച് ആയിക്കോട്ടെ എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, കാരണം നല്ല അസല് വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ താമരക്കൊണ്ടാട്ടോ മീൻ വറുത്തതും ഉണക്കമീൻ വറുത്തത്, ഈ ഉണക്കമീൻ കറക്കണേന് എന്നെ തീറി പറയാത്ത ആൾക്കാരൊന്നുമില്ല കേട്ടോ. പലരും പല നാട്ടിൽ, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത്, പല നാട്ടിൽ പല രീതിയിലാണ് ഭക്ഷണങ്ങൾ വെക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. നമ്മളിവിടെ ഉണക്കമീൻ വെക്കുമ്പോൾ വെറുതെ മീൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അത് വെണ്ണയിലിട്ട് വറക്കണു കഴിക്കണു, അങ്ങനെയാണ്. അല്ലാണ്ട് മസാലയൊന്നും തേച്ചിട്ടൊന്നും അല്ല നമ്മൾ എന്താ പറയുക ഉണക്കമീൻ വറക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. എന്നെ പച്ചമീൻ വറക്കണു, മസാല തേക്കണില്ല, മടിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയാത്ത തെറിയൊന്നുമില്ല ഒരു വീഡിയോയിൽ. അത് പല നാട്ടിലും പല രീതിയിലാണ് ഓരോ ഭക്ഷണങ്ങൾ വയ്ക്കുക. അത് മനസ്സിലാക്കാനുള്ളൊരു ബോധം ഉണ്ടായാൽ മതി. എൻ്റെ മോളിവിടെ കിടന്ന അലമാരയുടെ വാതിലൊക്കെ നന്നായിട്ട് വലിച്ചടച്ചൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം 11 മണി 12 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇതുവരെ പഠിപ്പും കാര്യങ്ങളൊന്നും കഴിയാത്തത് കൊണ്ടും ഇരുന്ന് എഴുതി പഠിപ്പിക്കുന്നുണ്ടാണ് കേട്ടോ പഠിപ്പ് കഴിയാത്തത്. അല്ലാണ്ട് പഠിക്കാൻ മടിയായിട്ട് അത് അവിടെ ഇട്ട് കുന്നുകൂട്ടി മടിയേൻ മല ചുമക്കും. നാളെ പരീക്ഷയാണ്, ഹിന്ദി തരെ പഠിച്ചു കണ്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ തലൂടിക്കൊണ്ടിരിക്കുകയാണ് അമ്മയും കൂടിയിട്ട്. അതാണ് കേട്ടോ നിങ്ങൾ ഈ വീഡിയോയിൽ കേട്ടത്. അപ്പോൾ നമ്മൾ നല്ല റിച്ച് ഫുഡ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഓംലെറ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പിള്ളേർക്ക് 2 പേർക്കും നമ്മുടെ മോര് ഉണ്ടാക്കിയത്, അതായത് കട്ടിക്കാളൻ ഉണ്ടാക്കിയത് ഇഷ്ടമായിട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് 2 ആളും മാറി വെച്ചടിക്കുകയാണ് ചെയ്യണത് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേടിയെടുക്കാൻ കഴിയാത്ത വളരെ കുറച്ച് കാര്യങ്ങളിൽ, അതായത് ഒരിക്കലും നമുക്ക് കിട്ടില്ല, നേടാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അതിലൊന്നാണ് ഈ കാണുന്നത് കേട്ടോ. നിങ്ങൾക്ക് പലർക്കും ഉണ്ടാവുമായിരിക്കും ഈ ഒരു അനുഭവം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു തരാം, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കണ്ടാൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പണ്ട് ഇതുപോലെ കല്യാണം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഏട്ടൻ്റെ ബ്രദറിൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് ഒരു മുട്ട പൊരിച്ചത് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ പെട്ട പാടെ എനിക്ക് മാത്രമേ അറിയുള്ളൂ. മുട്ട പൊട്ടി 4 കഷ്ണമായിട്ടാണ് ഞാനത് കൊണ്ടുപോയി കൊടുത്തത്. സെയിം അനുഭവം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാനത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നും എനിക്ക് ഓംലെറ്റ് മറിച്ചതാണ് അറിയില്ല ഗൈസ്. ഈ ഒരു മറക്കലിൽ തന്നെ എന്താ പറയുക 3-4 കഷ്ണമായി മാറുന്നതുകൊണ്ട് പിന്നെ അത് കട്ട് ചെയ്ത് 4 ആൾക്ക് വിളമ്പേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഓൾറെഡി ഞാനത് അങ്ങനെയാണല്ലോ ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. നിവൃത്തികേടാണ് കേട്ടോ. കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതിനെന്തെങ്കിലും ഒരു ടിപ്പ് ഉണ്ട്, കറക്റ്റ് നമുക്ക് മുട്ട മറിച്ചിടാൻ പറ്റും എന്നറിയാവുന്നവർ കമൻറ്റ് ബിലോ. ഓക്കെ, കാരണം എന്തെങ്കിലും ഒരു ടിപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും എനിക്ക് നന്നായിട്ടറിയാം. നമ്മുടെ വീഡിയോ കാണണ ആരെങ്കിലുമൊക്കെ നന്നായിട്ട് എന്താ പറയുക ഓംലെറ്റ് കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിച്ചിടാൻ അറിയുന്നവരുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തന്ന് സഹായിക്കണം. അടുത്ത വീഡിയോയിൽ അവരുടെ പേര് മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ ഞാനൊരു ഓംലെറ്റ് ഉണ്ടാക്കി കാണിക്കുന്നതായിരിക്കും. ഞാൻ വീഡിയോ എടുക്കും, പോയി ഡ്രസ്സ് ഇട്ടിരുന്നു.
തരാം. ഒന്നിച്ച് ചെയ്യാം. ഓംപ്ലേറ്റ് തരാം, ഓംപ്ലേറ്റ്. അമ്മ എനിക്ക് തീരെ ഇഷ്ടമല്ല, ഫുഡ് മാത്രം ഉണ്ടാക്കി തരുന്നുള്ള ഒച്ചയാണ്. എന്തുകൊണ്ടൊക്കെയാണ് പറഞ്ഞത്? പറയാം. എന്തായിരുന്നു എന്റെ പേര്? തട്ടിക്കാളെ. ആ, തട്ടിക്കാളെ, ഓംപ്ലേറ്റ്, പിന്നെ ഉണക്കമീനില്ല, സ്രാവ് വറുത്തത്, പിന്നെ അച്ചാർ, പിന്നെ ലോട്ടസിന്റെ സീഡ്. ലോട്ടസിന്റെ സീഡ് ഒന്നൊരു കാലത്ത് തിന്നണത് കാണിച്ചു കൊടുത്ത ടേസ്റ്റിന്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടാ? സൂപ്പറാ. ഞാൻ മുന്നേ അതിൻ്റെ ഒക്കെ ഓംലേറ്റ് ഒക്കെ ഓരോരുത്തർ എടുത്തോണ്ടേ. ആ തീരില്ല. ഇവിടെ എന്തുണ്ടാക്കിയാലും അച്ഛനെ വിളിച്ച് കൊതിപ്പിക്കാതെ പൈന് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല കേട്ടോ. അത് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഉച്ചക്കലേക്കാണെങ്കിലും വൈകിട്ടാണെങ്കിലും എന്തുണ്ടെങ്കിലും ഏട്ടനെ വിളിച്ചിട്ട് അച്ഛാ ഇതൊരു പൊട്ട ഫുഡാണ് അച്ഛാ എന്ന് പറഞ്ഞിട്ട് തിന്ന് വയറ് നിറയെ കാണിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ അച്ഛനത് കാണുമ്പോൾ അച്ഛനൊരു സന്തോഷമാണ് സത്യത്തിൽ. പക്ഷെ കുട്ടിക്ക് അതൊരു കളിയാണ് കേട്ടോ. അപ്പോൾ അത് ഇവിടുത്തെ എന്നും ഒരു കലാപരിപാടി ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. അടുത്തൊരു വീഡിയോയിൽ ഇതിനും കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.